ഹലോ ഗൈസ്, ഗെറ്റ് സെറ്റ് ഗെയിമിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് GTA 5 ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിവിടെ കാണിക്കണത്. പക്ഷേ രാവിലെ ഒരു പുലർച്ചെ ഒരു സമയത്ത് എൻ്റെ ടാക്സി എടുത്ത് ഏതോ ഒരാൾ എൻ്റെ ഗ്യാരേജിൽ നിന്ന് തട്ടിയെടുത്ത് പോകുന്നുണ്ട്. എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ കാശില്ലാണ്ട് ഒരു ടാക്സിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ടാക്സി നശിപ്പിച്ച് കളയണം. ഇങ്ങനെ വിട്ടാൽ ശരിയാണ്. ഞാൻ എന്തായാലും ആളിടിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ കാർ ഓൾറെഡി ആൾ നാശമാക്കിയിട്ടുണ്ട്. ആളിപ്പോൾ എന്നെ ഇടിയാൻ വരുന്നത്. ഞാൻ നല്ല ഇടി കൊടുക്കും. അത്രേ ഉള്ളൂ, നല്ല ഇടി കൊടുക്കും, നല്ല ഇടി. കാരണം ഇവിടെ പിന്നെ ഇടിക്കണേന് സീനൊന്നും ഇല്ല. ഇവിടൊക്കെ അങ്ങനെയൊക്കെയാണ്, ഒരു സീനും ഇല്ല ഇവിടെ ഇടിക്കാൻ. അല്ല പിന്നെ ഇടിച്ച് ഞാൻ പൂത്തു, അത്രേ ഉള്ളൂ. ചവിട്ടി ചോരയാക്കിയിട്ടുണ്ട്. വേറെ നാട്ടുകാരൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇവരൊന്നും ഇത് മൈൻഡ് ചെയ്യില്ല. എനിക്കതെന്താന്ന് ഒരു പിടുത്തു. കുഴപ്പമില്ല, എൻ്റെ കാറിൻ്റെ ബാക്ക് ഒരു ചളക്കി നോക്കി. എൻ്റെ ടാക്സി നാശമായി, കാറും നാശമായി. എനിക്ക് രാത്രിയൊക്കെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എനിക്ക് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും 245 ഒരു ഫുഡ് പോയി കഴിക്കുന്നുണ്ട്. രാത്രി സമയമല്ല, ഒന്ന് അടിച്ചൊക്കെ പൊളിക്കാം. സൺഡേ മാത്രമല്ല അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അടിച്ചു പൊളിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അത് പറ്റാത്തൊരവസ്ഥയായി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കൂലിപ്പണിക്കാരനായ ഞാനായിരുന്നു മര്യാദയ്ക്കൊരു ടാക്സിയൊക്കെ വാടകയ്ക്കെടുത്ത് സമ്പാദിച്ച് അത്യാവശ്യം നല്ലൊരു രീതിയിലൊക്കെ ജീവിച്ചിരുന്ന ഞാനാണ്. ഇനി എന്തായാലും വേറെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ അതാണ് എനിക്ക് ചെയ്യേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, സാരില്ല. നമ്മൾ പിന്നെ വേറെ നാട്ടുകാരല്ലേ, പിന്നെ മിണ്ടാണ്ടിരിക്കുക. വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ. ഇനി വേറെ ജോലി കണ്ടുപിടിക്കണം, എന്നാലും എനിക്കിനി ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ സ്ട്രീറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു സ്ഥലം. ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ കാണുന്ന വീടാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരാട്ടം പറഞ്ഞെങ്കിലും ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, കരയാനൊന്നും ഇപ്പം നിവർത്തിയില്ല. എന്തായാലും ഇനി വണ്ടി എടുത്ത് പോകണം. ഓക്കെ, ഇവിടെ ഉണ്ടോ രാത്രി ആൾക്കാരൊക്കെ പോണത്? അതാണ്, ഇവിടെയൊക്കെ രാത്രിയൊക്കെ ആൾക്കാർ അടിച്ചു പൊളിക്കും. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത തന്നെ. ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കണേ, എന്തായാലും ഈ രാത്രി ഇപ്പോൾ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മുടെ വണ്ടി. ഓ ഷീറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടിയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ റോട്ടിലൂടെയൊക്കെ ഓടിച്ചിറക്കാം. എന്തായാലും രാവിലെ ആയിട്ടുണ്ട് സമയം. എനിക്കെന്തായാലും ഒന്ന് കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അയ്യോ വണ്ടി സോറി. ഇവിടെ കുറച്ച് സീന ഭയങ്കര വണ്ടി തിരക്കാണ്. റഷ് എന്ന് പറഞ്ഞാൽ അജാതി റഷാണ് ഇവിടെ എല്ലാം. കാരണം നമ്മൾ നോക്കി കണ്ടൊക്കെ ഓടിച്ചില്ലെങ്കിൽ വണ്ടി തട്ടിയാൽ ഇവരെ നല്ല ചീത്തയാണ് കേൾക്കുക. നമുക്കെന്തായാലും കാർ എവിടെയെങ്കിലും ഒതുക്കിറങ്ങാൻ ബമ്പർ നൈസായിട്ട് ഇളകിയിട്ടുണ്ട്. അത് ഞാൻ കണ്ട്. ഇനി ഇവിടെ ഇടാം. ഇനി കടയിൽ കയറിയെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യണം. പക്ഷേ കടയിൽ ലൈറ്റ് ഓണാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓണാക്കി. ലൈറ്റിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ലൈറ്റ് അടക്കം ഓഫായി ഓണായി വരുന്നുണ്ട്. അറിയില്ല, അന്ന് അമ്മച്ചി വഴി മാറിയ. ഓക്കെ, ഞാൻ കടയിൽ നിന്ന് എന്തായാലും കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും പോവാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടി എടുക്കുക. നമുക്കിനി കുറച്ച് ഫുഡ് കഴിക്കണം. ചേട്ടാ ഒന്ന് മാറി. എൻ്റെ ഇടി കിട്ടിയ പ്രശ്നമാണ്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, നമുക്കെന്തായാലും പോവാം. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കണതിൻ്റെ ഏർപ്പാട് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഈ ലോസ് ആഞ്ചലസിനെ കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ജീവിക്കണമെങ്കിൽ നല്ല പാടാണ്. പിന്നെ ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും ഒരു സീനില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആൾക്കാരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറണം. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ തോക്ക് പോലത്തെ സാധനം കാണിക്കണം. തോക്കുകൾ AK-47 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാലിയൊക്കെ നല്ല രസം കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി, വേറെ ചെയ്യുന്നില്ല. ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്. അയ്യോ, എൻ്റെ വണ്ടി നൈസായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഗ്ലാസ് പോയി. പക്ഷേ ആ പുള്ളിക്കാരൻ നല്ല സ്പീഡിൽ പോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, പോവാം എന്തായാലും. ഇതാണ് ഇവിടുത്തെ ഹൈവേ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ഇവിടെ നിറച്ച് വണ്ടികളാട്ടോ. വേറെ വണ്ടികളൊക്കെ തട്ടിയിട്ടുണ്ട്. കണ്ട അങ്ങനെ
അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയി വന്ന കാരണം കൊണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കണ സ്ഥലം കുറച്ച് ദൂരെയാണ്. അയ്യോ വണ്ടി പോയി കൺട്രോൾ പോയി, വണ്ടീൻ്റെ കൺട്രോൾ പോയി. ഓ എൻ്റെ വണ്ടി 2 ഡോറ് നാശമായി ഗൈസ്. ഷടാ, ഭയങ്കര സങ്കടം ഉണ്ടാക്കണ കാര്യമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇത് വേറെ ആളാ നോക്കി എൻ്റെ പൊന്നു മക്കളെ പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇടിച്ചാൽ സർവീസ് ചെയ്യാൻ നല്ല കാശാണ്. ഇപ്പം ഒന്ന് സർവീസ് ചെയ്തോളൂ, അപ്പോഴേക്കും എന്താ വീണ്ടും ഇടിച്ചിരിക്കും. ചേടാ, ഇതൊക്കെയാണ് ഇവിടെ നടക്കണ കാര്യങ്ങൾ. എന്ത് പറയാനാ. അയ്യോ സോറി. അയ്യോ പോലീസ് ജസ്റ്റ് ഗൈസ് സോറി. ഞാൻ ആ ആളിടിച്ചൊരു വെപ്രാളത്തിലായോ ഞാൻ ഭയങ്കര സ്പീഡിൽ ഓടിച്ചു പോയി. പക്ഷെ എന്താ പറയുക, ഇനിയിപ്പോൾ ആളടുത്തേക്ക് പോകണം. പോകണ്ട, കുഴപ്പമില്ല. നമുക്കിനി ഫുഡ് കഴിക്കണ ഒരു മാപ്പ് നോക്കാം. ഇവിടെ നമുക്ക് മാപ്പ് ഉണ്ട് കേട്ടോ, നമ്മുടെ മൊബൈലായിട്ട് മാപ്പൊക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് പയ്യെ പോവാം. അയ്യോ പോലീസിനെ കണ്ട ഒന്നും നമ്മൾ വഴി മാറി കൊടുക്കണം. അയ്യോ അടിച്ചില്ല. ജസ്റ്റ് മിസ്. അയ്യോ സോറി. അപ്പോൾ ഈ വണ്ടി ഫുള്ള് നാശമായിരുന്നു. ഗൈസ്, ഒരു ബോധന. എൻ്റെ പൊന്നേ, എല്ലായിടത്തും ഇടിക്കാനും ഗൈസ് ഞാൻ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാണ്. പോലീസിനെ തിരിച്ചു. സോറി. ഗൈസ്, ഭയങ്കര എന്താ പറയുക, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവരാണെങ്കിൽ നമുക്കൊന്നും വഴി മാറി തരൂല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോറി. നമുക്ക് എവിടെയും പോയി വണ്ടി എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കണം. എന്തായാലും പോലീസ് നമ്മളെ കണ്ടില്ലാന്ന് പറഞ്ഞു. നമ്മൾ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്താൽ നമ്മൾ ചമ്മിപ്പോയി. ഓക്കെ, ഇപ്പോൾ നല്ല ഇടിച്ചിട്ടുണ്ട്. എനിക്കൊരു പേടിയുണ്ട്. പോലീസ് വന്നാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത ഒരു പ്രശ്നമാണ്. ഓക്കെ, പോലീസ് ഇല്ലയെന്നുകൊണ്ട് എന്തായാലും നമുക്കിനി പോവാം. കാർ വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർ റിപ്പയർ ചെയ്യണ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യണ സ്ഥലത്തോട്ട് പോകണ്ട. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, നമുക്കൊരു ഫുഡ് കഴിക്കണം. ഒരു ഫുഡ് ഓർഡർ ചെയ്യണം. ഏത് ഫുഡ് എടുക്കാം? ഇത് വേണ്ട, ഏതെടുക്കാം? ഇത് വേണം. പിന്നെ ഏതെടുക്കാം? ഇതെടുക്കാം അല്ലേ? ഓക്കെ, ഇതെടുക്കാം. നല്ലത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പോവാം. നല്ല ദൂരം കേട്ടോ മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇതിവിടെ വെച്ച് നിർത്താണ്. ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി കാണുന്നവരെ